ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് വീണ്ടും ഒരു പുതിയ റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടർന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. എടുത്തു പറയാനാണെങ്കിൽ ഇതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിക്കായിരുന്നു ആ ഒരു രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നത്. അതായത് 4077 ദിവസമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദവിയിലിരുന്നത്. മോദി 4078 ദിവസം, ആ ഒരു 4077 മറികടന്നതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തിയായി രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഉള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. 6130 ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. മോദിക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ജവഹർലാൽ നെഹ്റു മാത്രമാണ്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ മോദിയെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 1947 ശേഷം ജനിച്ച് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് പദവി ഏറ്റെടുക്കുന്ന ഏക പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്നാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടും തുടർന്നും ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഈ 6130 ദിവസം അതും മറികടക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇനിയും മുന്നോട്ട് പോകാനായിട്ട് മോദിക്ക് സാധിക്കുമെന്നുള്ളതും വ്യക്തമാണ്. മോദിയെ തീർച്ചയായിട്ടും വ്യത്യസ്തനാക്കുന്നത് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി ഇനി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പാടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നരേന്ദ്രമോദി എന്നത് ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ലോകാരാധ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്ന തരത്തിലോട്ട് നരേന്ദ്രമോദി ഇപ്പോൾ എത്തിയിരിക്കുന്നു. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുന്നവർ പോലും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കുന്ന ഒരു ആളാക്കി മാറ്റുന്നത്. 2014 എങ്ങനെയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്, അതേപോലെ ആ ഒരു ഊർജ്ജത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നരേന്ദ്രമോദി 10 കൊല്ലത്തിന് ശേഷവും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും 2029 BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഏറ്റവും ആദ്യ ഓപ്ഷൻ എന്ന് പറയുന്നതും നരേന്ദ്രമോദി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.